അതായത് നോട്ടിഫൈഡ് റോഡിൻ്റെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ബാക്ക് കൊടുക്കേണ്ടതെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അൺനോട്ടിഫൈഡ് റോഡാണ് നമുക്കുള്ളത്, ലെസ് ദാൻ 6 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കേണ്ടത് 2 മീറ്ററും അതുപോലെ തന്നെ റിയർ യാർഡിലും സൈഡ്സിലും സെയിം തന്നെ ഈക്വലായിട്ട് കൊടുക്കണം. പിന്നെ ലെങ്ത് ഓഫ് റോഡ് ഇപ്പോൾ 75 മീറ്റർ ഉള്ള ഒരു ഇടവഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ മിനിമം കൊടുക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കണം. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്, എപ്പോഴും നമുക്ക് ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് 7 മീറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ആണെങ്കിൽ ഇറഗുലർ പ്ലോട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സെറ്റ് ബാക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ 4 സൈഡിലൊക്കെ ഇറഗുലർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് എടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് നോക്കാം, ഈ ഭാഗത്തു നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്നുള്ള ഡിസ്റ്റൻസും വൈ ആയിട്ടും കൂടെ എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ x+y/2 = 3 മീറ്റർ. അതായത് ഇവ തമ്മിലുള്ള ആവറേജ് എന്ന് പറയുന്നത് എന്ത് കിട്ടിയാൽ മതി, 3 മീറ്റർ കിട്ടിയാൽ മതി. പക്ഷേ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ എന്നുള്ളത് മിനിമം 1.8 മീറ്റർ ആയിരിക്കണം. രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കാം, റിയർ യാർഡ് എടുത്ത് നോക്കാം. അവിടെയും എക്സും വൈയും എടുക്കുകയാണെങ്കിൽ അവിടെ x+y/2 എന്നുള്ളത് 1.5 മീറ്റർ ആയിരിക്കണം. പക്ഷേ മിനിമം എന്ന് പറയുന്നത് 1 മീറ്റർ സെറ്റ് ബാക്ക് കൊടുക്കണം. അപ്പോൾ ഈ നമ്മുടെ സൈഡ്സിൽ വരെ നോക്കുകയാണെങ്കിൽ 1 മീറ്ററാണ് മിനിമം കൊടുക്കേണ്ടത്. അതിൻ്റെ ആവറേജും മിനിമം 1 മീറ്റർ കിട്ടണം. ഇനി വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രപ്പോസ്ഡ് ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് മോർ ദാൻ 10 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കേണ്ട ഡിസ്റ്റൻസ് നമ്മൾ സെറ്റ് ബാക്ക് കൊടുക്കുന്ന സമയത്ത് ഓരോ 3 മീറ്ററിനും 50 സെൻറ്റിമീറ്റർ കൂടെ നമ്മൾ സെറ്റ് ബാക്കിനോട് ആഡ് ചെയ്തിട്ട് വേണം ഓരോ വശങ്ങളിലും നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി അടുത്തൊരു കേസ്, നമ്മുടെ പ്ലോട്ടിൽ നമുക്ക് എന്താണ് ഒന്നിൽ കൂടുതൽ ബിൽഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കണം, അപ് ടു 10 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിംഗ് വരെ. പക്ഷേ മോർ ദാൻ 10 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഈ ബ്ലോക്കുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 3 മീറ്ററും ആയിരിക്കണം.